തൈറോയിഡിനെ സംബന്ധിച്ച് വേറെ ഒരു മിസ്കൺസെപ്ഷൻ നമുക്ക് നാട്ടിലുള്ളത്, പല പേഷ്യൻസും വന്നിട്ട് നമ്മൾ ഒ പിയിൽ കാണിക്കുന്ന സമയത്ത് തൈറോയിഡ് ബ്ലഡിൽ നോർമലാണ്, എനിക്ക് തൈറോയിഡ് ഇല്ല എന്ന് പറയുന്ന ആൾക്കാർ. പക്ഷേ അവരുടെയൊക്കെ കഴുത്ത് നോക്കുവാണെങ്കിൽ തൈറോയിഡിൽ ഒരു വലിയ മുഴയോ ഒരു വലിപ്പത്തിലൊരു സ്വെല്ലിംഗ് ഒക്കെ ആയിട്ട് കാണാം. പക്ഷെ അവർ ബ്ലഡ് ടെസ്റ്റിൽ അത് നോർമൽ ആയതുകൊണ്ട് തൈറോയിഡ് ഇല്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ആക്ച്വലി തൈറോയിഡ് ഗ്രന്ഥിയുടെ വലിപ്പം കൂടുന്നുണ്ടെങ്കിലും പല കേസുകളിലും, ഏകദേശം ഒരു 30-40% കേസുകളിലും ഹോർമോൺ സിന്തസിസ് നോർമൽ ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റിൽ T3, T4, TSH നോർമലായിട്ട് വരും. പക്ഷെ അവരൊന്നും തൈറോയിഡ് ഇല്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അവർക്ക് ആക്ച്വലി തൈറോയിഡിൻ്റെ ഗ്രോത്ത് ഉള്ള ആൾക്കാരാണ്. അത് മെയിൻലി ഗോയിറ്റർ ആയിരിക്കാം, തൈറോയിഡ് ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന യൂണിഫോം എൻലാർജ്മെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില കേസുകളിൽ എന്തെങ്കിലും ബിനൈൻ ആയിട്ടുള്ള ട്യൂമർ ആവാം, വളരെ റെയർ ആയിട്ട് മാലിഗ്നന്റ് ട്യൂമർ ആവാം. അപ്പം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് മാത്രം നോക്കിയിട്ട് അത് നോർമലാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം തൈറോയിഡ് നോർമലാണെന്ന് ചിന്തിക്കരുത്. ഒരു ENT ഡോക്ടറെ കാണുകയും അവിടെ നെക്ക് എക്സാമിനേഷൻ ചെയ്യുകയും ആവശ്യമുണ്ടെങ്കിൽ തൈറോയിഡിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ, തൈറോയിഡിൻ്റെ അൾട്രാസൗണ്ട് സ്കാനും കൂടെ ചെയ്തിട്ട് തൈറോയിഡ് ഗ്രന്ഥിക്ക് മുഴയോ അല്ലെങ്കിൽ എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ടുള്ള സ്വെല്ലിങ്ങോ കാര്യങ്ങളോ ഇല്ല എന്ന് ഉറപ്പ് വരുത്തുന്നതും കൊണ്ട് വളരെ അത്യാവശ്യമാണ്.